രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ അവസ്ഥ ശരിക്കും നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഈ കേരള രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു യുവാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കല്യാണവും കഴിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ പടികളൊക്കെ വേഗത്തിൽ ഓടി കയറുന്നതാണ് നമ്മൾ കണ്ടത്. ചാനൽ ചർച്ചകളിൽ വന്ന ഒരു നല്ല മുഖം, ഒരു നല്ല വാഗ്മി, പറയേണ്ടത് കൃത്യമായും പറയും. പറയുന്നതൊക്കെ ചെത്തി മിനുക്കിയ വാക്കുകൾ തന്നെയാണ്. രാഷ്ട്രീയ അവബോധമുണ്ട്. മുൻപ് നടന്നതെല്ലാം എണ്ണി എണ്ണി പറയാൻ കഴിയും. അങ്ങനെ എതിർ കക്ഷികളെ, ചർച്ചയിൽ വന്നിരിക്കുന്ന മറ്റ് കക്ഷികളെയൊക്കെ അടിച്ചിരുത്താൻ കഴിയുന്ന വാക്സാമർഥ്യം വലിയ ഒരു വിലയാണ് രാഷ്ട്രീയത്തിലുള്ളത്. അതുവഴിയാണ് പല കോൺഗ്രസ് നേതാക്കളും വളർന്നിട്ടുള്ളത്, ജയിച്ചിട്ടുള്ളത്, മിന്നൽ പ്രകടനം നടത്തിയിട്ടുള്ളത്. മിതഭാഷികൾക്ക് ഉള്ളതല്ല രാഷ്ട്രീയം. അവിടെ പ്രവർത്തനമൊക്കെ എല്ലാവരും പറയും. പക്ഷെ പ്രസംഗിക്കാത്തവർക്ക്, വാഗ്മി അല്ലാത്തവർക്ക്, വാഗ്വിലാസം ഇല്ലാത്തവർക്ക് വലിയ പോപ്പുലാരിറ്റി ഒന്നും കിട്ടില്ല. അവർക്ക് സ്ഥാനമാനങ്ങളോ ഉടനെ കിട്ടില്ല. എത്രയോ പാവങ്ങൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ഇപ്പോഴും രാഷ്ട്രീയത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ അറിയുന്നവൻ, പ്രസംഗിക്കാൻ അറിയുന്നവൻ, ചോദ്യശരങ്ങൾ തൊടുത്തുവിടാൻ കഴിയുന്നവർ, ചോദ്യം ചെയ്യാൻ കഴിയുന്നവർ, അവർക്ക് നല്ല ഇരിപ്പിടം കിട്ടും. പ്രത്യേകിച്ച് കോൺഗ്രസിൽ. ഈ CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനകളിൽ അങ്ങനെ വാക്സാമർത്ഥ്യം കൊണ്ടൊന്നും കയറി വരാൻ പറ്റില്ല. അവർക്ക് പാരമ്പര്യം വേണം. അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തന പാരമ്പര്യം വേണം. ഇതെല്ലാം ചേർത്താലേ പാർട്ടി മാർക്കിട്ട് എടുക്കുകയുള്ളൂ. അവിടെ യുവാക്കൾ വളരെ പെട്ടെന്നൊന്നും വളർന്നു കയറൂല. കാരണം നേതാക്കൾ അവരുടേതായ സുരക്ഷിതത്വമൊക്കെ ഉറപ്പ് വരുത്തി കളിച്ച് നിന്നിട്ടാണ് ഗത്യന്തരമില്ലെങ്കിൽ ഒരു യുവ നേതാവിനെ പതുക്കെ പൊക്കി കയറ്റുന്നത്. അടുത്ത കാലത്താണ് അല്പമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചെറുപ്പക്കാർക്ക് ഒരു റോള് അല്ലെങ്കിൽ സ്പേസ് കിട്ടി തുടങ്ങിയത്. കോൺഗ്രസിൽ അങ്ങനെയല്ല. നല്ലൊരു വാഗ്മിയാണെങ്കിൽ അവർക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. മാങ്കൂട്ടത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടവനാണ്. പെട്ടെന്ന് തൻ്റെ ഈ ചാനൽ ചർച്ചകൾ വഴി സ്കോർ ചെയ്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പിന്നെ ഒരു MLA-യും ഒക്കെ ആയ ഈ വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും കരുതിയിരുന്നത് അടുത്ത് UDF ഗവൺമെൻറ് വന്നാൽ ഇയാൾ മന്ത്രിയാവുമെന്നാണ്. ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മന്ത്രിയാകും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്റ്റൈല് കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചുകൂടായികയൊന്നുമില്ല, സംഭവിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശത്രുനിരയും വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നിരയിലും KSU നിരയിലുമൊക്കെ നല്ലൊരു വിഭാഗം അസൂയാലുക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വളർന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനത്തിൽ വളരെയധികം സന്തോഷിക്കുന്നവരുമാണ്. കോൺഗ്രസ്സിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പാരയാണ്. പാര കോൺഗ്രസ്സിൽ നല്ല യഥേഷ്ടമുണ്ട്. ഒരു നേതാവ് വളരും എന്ന് കണ്ടാൽ അവനെ ഓടൻ വെട്ടുക എന്നുള്ളതാണ് കോൺഗ്രസ്സിലെ ചില ആളുകൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു തത്വശാസ്ത്രം. അത് ചിലപ്പോൾ വലിയ നേതാവാകാം, ഇടത്തരം നേതാവാകാം, ഇല്ലെങ്കിൽ സമകാലികന്മാരാകാം. വെട്ടുക, വെട്ടി അവനെ വെട്ടിയാലേ എനിക്ക് കയറാൻ പറ്റൂ, അവൻ വളർന്നാൽ എൻ്റെ സ്പേസ് പോകും. ഇതാണ് ചിന്ത. അങ്ങനെ പ്രാദേശിക തലത്തിൽ നോക്കൂ, ഒരു പ്രദേശത്ത് ഞാൻ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണെന്ന് വെക്കുക. എനിക്ക് സ്ഥാനമുണ്ട്, മാനമുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, ഓക്കെയാണ്, ഞാൻ തന്നെയാണ് നെക്സ്റ്റ് എന്ന് കരുതി ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പതിയെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും നേതാക്കളുമായി ഇടപെട്ടുമൊക്കെ വളരാൻ തുടങ്ങുന്നു. അപ്പം തുടങ്ങും ഈ സ്പേസിൽ നിൽക്കുന്ന നേതാവിന് ചൊറിച്ചിൽ. ഈ ചൊറിച്ചിലിൻ്റെ മറ്റൊരു പേരാണ് അസൂയ. അപ്പോൾ നേതാവ് കരുതും വെട്ടണം ഇവനെ. നേതാവ് സ്വന്തം അനുയായികളോട് ഉപദേശിക്കും, അവനെ ബ്ലോക്ക് ചെയ്തോളണം. അപ്പോൾ അനുയായികൾക്ക് വിവരം കിട്ടും, വിവരം മനസ്സിലാവും എന്താണ് നേതാവ് ഉദ്ദേശിക്കുന്നത്. അവനെ വളരാൻ അനുവദിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു പക്ഷേ സീറ്റ് നിഷേധിച്ച് അവന് കൊടുക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവനെ ഇവിടെ ഇട്ട് വെട്ടുക. ഒന്നുകിൽ മണ്ഡല ലെവലിൽ വെട്ടും, ഇല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ, ഇല്ലെങ്കിൽ ജില്ലാ ലെവലിൽ, എവിടെയെങ്കിലും ഇട്ട് വെട്ടി അവനെ കണ്ടം തുണ്ടമാക്കും. അതോടുകൂടി അവൻ ഒതുങ്ങും, ഈ നേതാവ് സേഫായി പോവുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ചിലത് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം
രാഹുൽ മാങ്കൂട്ടത്തിന് ചില സ്ത്രീബന്ധങ്ങൾ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നു. ഇപ്പോൾ അത് കൂടെ ഉണ്ടായിരുന്ന നേതാക്കളും ഒക്കെ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീബന്ധമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീബന്ധം ഉണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റും നമുക്ക് പറയാനില്ല. അയാൾ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. ആ പുരുഷന് സ്ത്രീബന്ധം ഉണ്ടാവുക സ്വാഭാവികം. പ്രായപൂർത്തിയായ ഒരു പുരുഷന് സ്ത്രീബന്ധം ഉണ്ടാകും, അതിന് വിവാഹിതൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു സ്ത്രീബന്ധം ഉണ്ടായി, അദ്ദേഹത്തിന് കാമുകിമാരുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ സ്വാഭാവികമായും വരുന്ന ഒരു ചോദ്യം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പാകതയും പക്വതയും ഉള്ള ഒരു വ്യക്തി ഈ അനാവശ്യമായ സ്ത്രീബന്ധത്തിൽ പോയി ചാടുന്നത് ശരിയോ തെറ്റോ? ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ കൈയടിച്ച് തന്നെ പറയും തെറ്റ് 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 എന്ന് പറയും. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു പവിത്രത വേണം, ഒരു വിശുദ്ധി വേണം. ആ വിശുദ്ധി ഇല്ലാതെ സാധാരണ മനുഷ്യരെ പോലെ ഇദ്ദേഹം ഇല്ലെങ്കിൽ എ ഓർ ബി ഓർ സി ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട നേതാവായാലും അത് അയാൾ ഈ സ്ത്രീകളുടെ പിന്നാലെ പോവുക, സ്ത്രീകളുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാക്കുക, അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന് വെക്കുക, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ MLA ആയത് അയാൾ ഇപ്പോഴാണ്, അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായി. പക്ഷെ ഇതൊന്നും അല്ലാതിരുന്ന ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുമൊരു കോൺഗ്രസ് ഇല്ലെങ്കിൽ KSU ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അനുഭാവിയായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങൾ അയാൾ ഇപ്പോഴും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അത് അയാളുടെ ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തിന് അത് ചെയ്യാം. ബന്ധങ്ങൾ കൊണ്ടുവന്നാലും രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. സെക്സ് റിലേറ്റഡ് വിത്ത് എന്നുള്ളത് പൊളിറ്റിക്കൽ ഏരിയയിൽ അത്ര നല്ല ഗുണം ചെയ്യുന്ന കാര്യം അല്ല. ഇവിടെ നമുക്ക് തർക്കിക്കേണ്ട മറ്റു ചില വിഷയങ്ങളും കൂടിയുണ്ട്, അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. അത് ഈ രാഷ്ട്രീയ നേതാക്കളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുന്ന ചില സ്ത്രീകൾ ഉണ്ട്. അത് പിന്നെ ഇപ്പോൾ സംഭവിച്ച സ്ത്രീകൾ അങ്ങനെയാണ് എന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാം. പ്രധാനമായും തിരുവനന്തപുരം MLA ഹോസ്റ്റലും ചില രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘം തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊക്കെ തന്നെ ഈ സ്ത്രീ ബന്ധങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമായി ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ തലത്തിലേക്ക് വളർച്ച തുടങ്ങി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ നിയന്ത്രിക്കേണ്ട സമയത്ത് അയാൾ നിയന്ത്രിച്ചില്ല. പഴയതൊക്കെ അയാൾ ഒഴിവാക്കാതെ കൊണ്ടു നടന്നു. അപ്പോൾ ചോദിക്കുന്നു, ഇതെന്താണ് ഈ യൂസ് ആൻഡ് ത്രോ ആണോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ അല്ല. എന്തെങ്കിലും ശരിക്കും ഒരു പ്രണയബന്ധമുണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ ചെയ്യണമായിരുന്നു. മറിച്ച് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഒരു രാഷ്ട്രീയ നേതാവ് പലരുമായിട്ടും തുടർന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ശരിക്കു പറഞ്ഞാൽ 100% തെറ്റാണ്. ഇവിടെ അതൊക്കെയാണ് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാഗ്മിയാണ്, കഴിവുള്ളവനാണ്, ഓർഗനൈസറാണ്, എല്ലാ നേതാക്കളുമായിട്ട് നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ താൻ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ടെന്നും ഇനി ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിനെ സമീപിക്കണം എന്നും മനസ്സിലാക്കാതെ പോയി. ഇവിടെയാണ് രാഹുൽ തോറ്റുപോയത്. രാഹുലിനെ തോൽപ്പിക്കാൻ കൂട്ടത്തിൽ ആളുണ്ടെന്നുള്ളതും ഈ പാവം മനസ്സിലാക്കണമായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി പറഞ്ഞ ആളുകളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിമർശിക്കുന്നൊന്നുമില്ല. അത് അവരുടെ ഒരു റൈറ്റാണ്. അവർക്ക് പരാതി പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ഇവിടെയൊക്കെ അത് പറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിക്കാനൊന്നും ആരും തുനിയേണ്ടതില്ല. കാരണം അങ്ങനെ ഒരാളിൽ നിന്ന്, അത് രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലോ നിന്ന് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുണ്ട്. അവരത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പാകപ്പെട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്ന് വളർന്നപ്പോൾ അദ്ദേഹത്തിന് കാലിടറി.
അദ്ദേഹത്തിന് ശരിക്കും മുന്നിൽ കാണുന്നതൊക്കെ ശരിയായ കാഴ്ചയാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ആയില്ല. അദ്ദേഹം വളർന്ന് കൂടെ കൊണ്ടുവന്ന എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതെല്ലാം ആരും അറിയില്ലെന്നും പൂച്ച പാല് കുടിക്കാമെന്നും ഒക്കെ അങ്ങേര് കരുതി കാണും. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തോടു കൂടി പൂർണ്ണ ബോധ്യം വന്ന് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതുപോലെ ഒന്നാന്തരം വില്ലന്മാര് ഉണ്ട്. അവർ ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും അവരാരും പാഠം പഠിച്ചു എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം ആണ്. അത് ഏറെക്കുറെ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയക്കാരൊക്കെ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്ന വിഷയവും ആണ്. അത് ഒരുപക്ഷെ നിങ്ങൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ചില നേതാക്കളുടെ ഇത്തരത്തിലുള്ള തറപരിപാടികൾ മറ്റ് എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നുണ്ട്. തറപരിപാടികൾ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ നേതാവ് ചെയ്യാൻ പാടില്ലാത്ത, രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്.